മിക്കവാറും സിനിമകളെല്ലാം തന്നെ ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷമാണ് കഥാപാത്രങ്ങൾക്ക് ഡബ് ചെയ്യുക. അങ്ങനെ അഭിനയിച്ച ശേഷം ഡബ് ചെയ്യാതെ മരണപ്പെട്ടു പോയ നടന്മാർക്ക് വേണ്ടി മറ്റുള്ളവർ ഡബ് ചെയ്യും. ചിലത് മിമിക്രി കലാകാരന്മാരെ കൊണ്ട് അതേ ശബ്ദം തന്നെ അനുകരിപ്പിക്കും. ഇപ്പോൾ AI ഉപയോഗിച്ചുകൊണ്ടും ഡബ് ചെയ്യാറുണ്ട്. അത്തരത്തിൽ മലയാള സിനിമയിലെ മരണപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദം നൽകിയവരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു നടനാണ് കലാഭവൻ നവാസ്. ആദ്യകാലങ്ങളിൽ കോമഡി രംഗങ്ങളായിരുന്നു അദ്ദേഹം കൂടുതലായി അഭിനയിച്ചത്. പിന്നീട് ശക്തമായ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം തിരിച്ചു വരികയും ചെയ്തു. ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ ചെയ്യുന്നൊരു സമയത്തായിരുന്നു 2025 ആഗസ്റ്റ് 1 അദ്ദേഹത്തെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത് ഗണപതി, സാഗർ സൂര്യ, മല്ലിക സുകുമാരൻ തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ പ്രകമ്പനമായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന സിനിമ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരാണ് എൻ്റെ അമ്മ. രാഘവൻ എന്നൊരു കഥാപാത്രത്തെയായിരുന്നു നവാസ് ആ സിനിമയിൽ അവതരിപ്പിച്ചത്. ആ സിനിമയിൽ അശോകൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അബ്ദുൽ സമീർ എന്നൊരു നടനായിരുന്നു. സിനിമയിൽ നവാസിന്റെ കഥാപാത്രത്തിന് വേണ്ടി ശബ്ദം നൽകിയതും അബ്ദുൽ സമീർ തന്നെയായിരുന്നു. ഈടന് പ്രത്യേകിച്ച് അടങ്ങുന്നില്ല. ഈന്റെ പേരിൽ ഇനി പഠിപ്പൊന്നും മുടക്കണ്ട. ആൽഫ്രഡ് കുര്യൻ ജോസഫ് സംവിധാനം ചെയ്ത് 2023 റിലീസ് ചെയ്ത ചിത്രമാണ് ഫിലിപ്സ്. നീ ഓർക്കുമ്പോ എന്നെ വിളിച്ചു പറഞ്ഞാൽ മതി, ഞാൻ എടുത്തു വെച്ചോളാം. ഒന്ന് പോടും. നടൻ ഇന്നസെന്റിന്റെ അവസാനമായി റിലീസ് ചെയ്ത ചിത്രമായിരുന്നു അത്. 8 വർഷം തട്ടയില് ഇങ്ങനെ ഇങ്ങനെ അത് വെച്ച് നോക്കാം. അഭിനയങ്ങൾ എന്ന ഈ ഒരു കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് കലാഭവൻ ജോഷിയായിരുന്നു. നിന്റെ കൂടെ അഭിനയിക്കുന്ന മസിൽ കുട്ടന്മാരുണ്ടല്ലോ, ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ, ഗോവിന്ദ, അവരെ പോലെയൊന്നുമല്ല ഞാൻ, കിങ് ഓഫ് ഗോഡ്സ്. ജുറാസിക് വേൾഡ്, ടെലസ്കോപ്പ് തുടങ്ങിയ TV ഷോകളിലൂടെയും പിന്നീട് ഒരുപാട് മലയാള സിനിമയിലൂടെയും ഫേമസ് ആയ നടനാണ് അനിൽ നെടുമങ്ങാട്. ഫ്രണ്ട്സുമായി മലങ്കുര റിസർവോയറിൽ നീന്തുന്നതിനിടയിൽ അദ്ദേഹം മുങ്ങി മരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം റിലീസായ എല്ലാ സിനിമകളിലും അദ്ദേഹത്തിന്റെ ശബ്ദം തന്നെയാണ് നമുക്ക് കേൾക്കാൻ കഴിയുക. ജോജു, ആശ ശരത് എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ പീസ് എന്ന സിനിമയിൽ അദ്ദേഹം ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. പൈസ അറേഞ്ച് കാശൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ഓടി കൊണ്ടുവരാം. നിവിൻ പോളിയുടെ പടവെട്ട് എന്ന സിനിമയിലും ഒരു കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു. നീ ഒരു കാര്യം ചെയ്യേ, തൽക്കാലം നീ പുറത്തിറങ്ങിയിരിക്കും, ഞാൻ വിളിപ്പിക്കാം. ഈ ശബ്ദമെല്ലാം ചെയ്തിരിക്കുന്നത് ഒരു മിമിക്രി കലാകാരനാണ്. മഹേഷ് കുഞ്ഞുമോനാണ് പെർഫെക്റ്റായി അദ്ദേഹത്തിന്റെ ശബ്ദം അനുകരിച്ചത്. 2021 റിലീസ് ചെയ്ത പൃഥ്വിരാജിന്റെ കോൾഡ് കേസ് എന്ന സിനിമയിലും അനിൽ നെടുമങ്ങാട് ഒരു പോലീസ് കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. ആ ഒരു സിനിമയിലും മഹേഷ് കുഞ്ഞുമോൻ തന്നെയാണ് പെർഫെക്റ്റായി അനിൽ നെടുമങ്ങാടിന്റെ ശബ്ദം അനുകരിച്ചത്. പോലീസിൽ നിന്ന് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഇപ്പം പറയാൻ സൗകര്യം അല്ലെങ്കിൽ സ്റ്റേഷനിലോട്ട് വിളിപ്പിക്കാം, അവിടെയാകുമ്പോൾ വിശദമായിട്ട് ഇരുന്ന് സംസാരിക്കാം. K. മഹേന്ദ്രൻ സംവിധാനം ചെയ്ത് 2023 റിലീസ് ചെയ്ത മലയാളം സിനിമയാണ് കോപം. നെടുമുടി വേണുവിന്റെ അവസാന സിനിമകളിലൊന്നായിരുന്നു അത്. ഇപ്പോഴാണ് നീ പുസ്തകം കയ്യിലെടുത്തതല്ലേ കള്ളി. അദ്ദേഹത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത് കൊല്ലം സിറാജ് എന്നൊരു മിമിക്രി കലാകാരനാണ്. 2002 ജോസ് തോമസ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ കുഞ്ചാക്കോ ബോബൻ ചിത്രമാണ് സ്നേഹിതൻ. നടൻ NF വർഗീസിന്റെ അവസാന സിനിമകളിലൊന്നായിരുന്നു അത്. ആ സിനിമയിൽ അദ്ദേഹത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത് മറ്റൊരാളാണ്. മാളവിക എന്റെ ഒറ്റ മോള, അറിയാലോ. അതേറെ നന്നായി. അതുകൊണ്ട് തിരുമേനി മറ്റൊന്നും വിചാരിക്കരുത്. ഞാൻ എന്ത് വിചാരിക്കാനാ. 1997 റിലീസ് ചെയ്ത ശിബിരം എന്ന സിനിമയിൽ സുകുമാരന് വേണ്ടി ശബ്ദം നൽകിയത് മിമിക്രി കലാകാരനായ കലാഭവൻ സാജനായിരുന്നു. കൂട്ടിക്കൊടുപ്പുകാരനും കഴിവേരമക്കളും പോലീസുകാരനായ അതല്ലേ സംഭവിക്കൂ. തെണ്ടിയുടെയും എരപ്പയുടെയും നക്കിക്കാശിന് വേണ്ടി പാവങ്ങളെ നെഞ്ചത്ത് കുതിര കയറുക. പറയണ പുല്ലേ, മലഞ്ചരക്ക് കടത്താൻ ടോണിയോടൊപ്പം നീയുമില്ലായിരുന്നു. 1991 T. ദാമോദരൻ എഴുതി പ്രിയദർശൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു അദ്വൈതം. ആ ചിത്രത്തിൽ ശ്രീ ആലുമൂടൻ അവതരിപ്പിച്ചത് ഒരു സ്റ്റേറ്റ് മന്ത്രിയുടെ റോളാണ്. ഇവിടുത്തെ തീവ്രവാദികൾ ഒതുക്കാൻ സർക്കാർ ഉണ്ടാക്കിയ സ്പെഷ്യൽ സ്ക്വാഡിന്റെ മുഴുവൻ ചാർജും മിസ്റ്റർ അയ്യരെ ഏൽപ്പിക്കാൻ മുഖ്യമന്ത്രി എന്നെ അധികാരപ്പെടുത്തിയിരിക്കുക. അദ്ദേഹത്തിന്റെ ആ കഥാപാത്രത്തിന് വേണ്ടി ശബ്ദം നൽകിയത് മലയാള നടൻ ദിലീപ് ആയിരുന്നു. നമുക്കിവിടെ ആലോചിക്കാനുള്ളത് വായൂർ ദേവസ്വം ബോർഡ് പ്രശ്നമാണ്. നമ്മുടെ മുഖ്യരോടൊന്ന് ആലോചിക്കാതെ. 1990 ഗോസ്റ്റ് എന്ന ഹോളിവുഡ് സിനിമയെ ആധാരമാക്കി 1992 കമൽ സംവിധാനം ചെയ്ത് ജയറാം, മുകേഷ് എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ആയുഷ്കാലം. ആ ചിത്രത്തിൽ ആലുമൂടൻ വേലുമൂപ്പൻ എന്ന മന്ത്രവാദിയുടെ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. ശിഷ്യ ജ്ഞാനേശ്വര, എന്തോ നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല ഗുരു. എന്നാൽ ഞാൻ കാണുന്നു. ആ ഒരു കഥാപാത്രത്തിനും ശബ്ദം നൽകിയിരിക്കുന്നത് നടൻ ദിലീപ് തന്നെയാണ്. കിട്ടാതെ ഒരുത്തൻ ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു. കുട്ടികളുടെ കളിപ്പാട്ടമല്ലത്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചോര വരും. അതല്പം വിലയുള്ള സാധനമാണ്.
ജയന്റെ അവസാന സിനിമയായ കോളിളക്കത്തിൽ അദ്ദേഹത്തിന് ശബ്ദം നൽകിയത് ആലപ്പി അഷ്റഫാണെന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. 2010 റിലീസായ ശങ്കറിന്റെ യന്തിരനിൽ കൊച്ചിൻ ഹനീഫ ഒരു ചെറിയ കഥാപാത്രം ചെയ്തിരുന്നു. പക്ഷേ ഷൂട്ടിങ്ങിന് ശേഷം അദ്ദേഹം മരണപ്പെട്ടുപോയി. പിന്നീട് അദ്ദേഹത്തിന് ശബ്ദം നൽകിയത് മലയാളത്തിലെ പ്രശസ്ത മിമിക്രി താരവും അഭിനേതാവുമായ കോട്ടയം നസീർ. എന്നയ്യാ നോ പാർക്കിംഗിലെ വണ്ടി നിർത്തിയെടുക്ക എതുക്ക് വാക്കുവാദം പാർക്കിംഗ് അഫൻസ് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലേ ജാസ്തി പേസുറ. 2010 തമിഴിൽ റിലീസ് ചെയ്ത മദ്രാസി പട്ടണം എന്ന സിനിമയിലും കൊച്ചിൻ ഹനീഫയ്ക്ക് വേണ്ടി ശബ്ദം നൽകിയത് കോട്ടയം നസീർ ആയിരുന്നു. സ്പെഷ്യൽ റൂം ഗവർണർ മെയ്ഡ് യു. What language are you speaking? I speak 5 languages. മലയാളം, തമിഴ്, തെലുഗു, ഹിന്ദി, കന്നഡ ആൻഡ് ഇംഗ്ലീഷ്. മലയാളത്തിൽ ഒരുപാട് നടന്മാർക്ക് വേണ്ടി കോട്ടയം നസീർ ശബ്ദം നൽകി. കൊച്ചിൻ ഹനീഫ എഴുതി പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ചിത്രമാണ് കടത്തനാടൻ അമ്പാടി. 1985 ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തീകരിച്ചത്. 1964 തച്ചോളി ഒതേനൻ, 70 ഒതേനന്റെ മകൻ ഈ സിനിമകളുടെ തുടർച്ചയാണ് ചിത്രം. ചില സാമ്പത്തിക പ്രശ്നങ്ങളാൽ ചിത്രം മുന്നോട്ടു പോയില്ല. നഷ്ടത്തിലായിരുന്ന ഈ സിനിമ പ്രൊഡക്ഷൻ കമ്പനി നൽകാനുള്ള പണം കണ്ടെത്താൻ വേണ്ടി ഈ സിനിമ പൂർത്തീകരിക്കാൻ വേണ്ടി കോടതി ഉത്തരവിട്ടു. അതിനെ തുടർന്ന് 1990 ചിത്രത്തിന്റെ ഡബ്ബിംഗ് അടക്കം പുനരാരംഭിക്കുന്നത്. ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രം ചെയ്തിരുന്ന പ്രേം നസീർ അപ്പോഴേക്കും മരണപ്പെട്ടു കഴിഞ്ഞിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ശബ്ദം നൽകാൻ വേണ്ടി അന്നത്തെ പ്രശസ്ത മിമിക്രി കലാകാരൻ ജയറാമിനെയാണ് ആദ്യം സമീപിച്ചത്. പ്രേം നസീറിന്റെ ശബ്ദം അദ്ദേഹം അനുകരിക്കുമെങ്കിലും പക്ഷെ അദ്ദേഹത്തിന് ഡബ്ബിങ്ങിൽ കഴിവുണ്ടായിരുന്നില്ല. പിന്നീട് അവർ മറ്റൊരാളെ കണ്ടെത്തി. ചിത്രത്തിലെ ഒരു സീൻ കണ്ടു നോക്കൂ. പിന്നെ എന്താണ് ഒരു വഴി? അതറിയില്ല. ഈ ഓലയിൽ കുറിച്ചിരിക്കുന്ന എന്താണെന്ന് ശരിക്കും മനസ്സിലാകുന്നില്ല. വാൾ വെച്ചിരിക്കുന്ന പീഠത്തിന് മുകളിലൂടെ. പ്രേം നസീറിന് ശബ്ദം നൽകിയിരിക്കുന്നത് ഷമ്മി തിലകനാണ്. ഈ സിനിമയിൽ പ്രേം നസീറിനടക്കം 20ഓളം കഥാപാത്രങ്ങൾക്കാണ് ഷമ്മി തിലകൻ ശബ്ദം നൽകിയത്. എന്റെ പൊന്നോമന മകളെ എനിക്ക് തിരിച്ചു നൽകാൻ ഈ മലനാടിനോ കടത്തനാടിനോ തച്ചോളി തറവാടിനോ നിനക്കോ സാധിക്കുമോ? ശ്രീ നരേന്ദ്രപ്രസാദിന്റെ മരണത്തിന് ശേഷം അദ്ദേഹം ഡബ്ബ് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്ന 2 സിനിമകൾക്ക് വേണ്ടിയും ശബ്ദം നൽകിയത് കോട്ടയം നസീർ ആയിരുന്നു. 2003 റിലീസ് ചെയ്ത വലത്തോട്ട് തിരിഞ്ഞാൽ 4ാമത്തെ വീട് എന്ന ചിത്രം. അച്ഛന് മറുപടിയില്ല മോളെ. ഇന്ന് ഈ വർമ്മയ്ക്ക് എല്ലാവരുടെ മുന്നിലും തലകുനിക്കാനാ വിധി. പലരെയും ഞാൻ അകമിഴഞ്ഞ് വിശ്വസിച്ചു. ഞാൻ ചെയ്ത തെറ്റിന് എന്റെ മോളും കൂടി അനുഭവിക്കേണ്ടി വരുന്നല്ലോ ദൈവങ്ങളെ. 2005 ദി ക്യാമ്പസ് എന്ന സിനിമയിലും നരേന്ദ്രപ്രസാദിന് വേണ്ടി ശബ്ദം നൽകിയത് കോട്ടയം നസീർ ആയിരുന്നു. ഡിയർ സ്റ്റുഡൻസ്, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് അവർ ന്യൂ പ്രിൻസിപ്പൽ, റവറൻഡ് ഫാദർ ഡോക്ടർ ഡേവിഡ് പുലിക്കാട്ടിൽ. ഫാദർ അതിപ്രശസ്തമായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും PhD കരസ്ഥമാക്കുകയും. ഇതുപോലുള്ള ഡബ്ബിംഗ് വിശേഷങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമൻറ്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഹൈപ്പ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.